കഴിഞ്ഞ 26 വർഷമായി ഏതൻ കുടുംബത്തിന്റെ അവകാശിയെ തിരയുന്നു. ഈ ലോകത്തിന്റെ പല കോണിലുള്ള നമ്മുടെ അനുയായികൾക്ക് അവനെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ? അയാൾ ഭ്രാന്തനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവന്റെ രക്തം, അതിന്റെ വില നിങ്ങൾക്കറിയുമോ? അയാൾ ഒരാളുടെ കഴുത്തിൽ പിടിച്ചു പറഞ്ഞു. ഏതൻ കുടുംബത്തിലെ ഏറ്റവും വിശുദ്ധ രക്തം. പോൾ, അയാൾ വിളിച്ചു. വില്യം എങ്ങനെയാണ് മരിച്ചത്? അതൊരു ആക്സിഡന്റ് ആയിരുന്നു, പോൾ പറഞ്ഞു. ജോഷുവ, പോൾ അയാളെ വിളിച്ചു. പറയേ. ഇമ്മാനുവൽ ഏതൻ വാങ്ങിയ ഏതൻ ഗാർഡൻ വിറ്റു. ആർക്ക്? അതിന്റെ അവകാശം ഇപ്പോഴും മറിഞ്ഞിരിക്കുകയല്ലേ, പിന്നെങ്ങനെ അത് വിൽക്കും? നിലവിലെ അതിന്റെ അവകാശം വിസ്ഡം എന്നൊരു ചാരിറ്റിക്കാണ്. അവർ അത് വിറ്റു. വിസ്ഡം ചാരിറ്റി. ജോഷുവ അത് ഉച്ചരിച്ചു. ആരാ അതിന്റെ നടത്തിപ്പ്? നിലവിൽ കെയ്റ്റ് എന്നൊരു പെൺകുട്ടിയാണ് അതിന്റെ മാനേജർ. പക്ഷേ ആ കുട്ടി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി യാത്രയിലാണ്. ഏതൻ ഗാർഡൻ വാങ്ങിയത് ആരാന്ന് അന്വേഷിച്ചോ? യെസ് ജോഷുവ, നഥാൻ ഡാനിയൽ എന്നൊരാളാണ് വാങ്ങിയിരിക്കുന്നത്. നഥാൻ ഡാനിയൽ? ഡാനിയൽ അല്ല, ഏതൻ കുടുംബത്തിലുള്ളവർ പേരിനൊപ്പം ഏതൻ എന്ന് ചേർക്കുമല്ലോ. ഇയാളുമായി ബന്ധപ്പെട്ട ഒരു രേഖയിലും ഏതൻ എന്നില്ല. മാത്രവുമല്ല, നഥാൻ ഒരു ജൂതനുമല്ല. നഥാനും ഇസ്രായേലുമായുള്ള ബന്ധമെന്നത് ഇയാളുടെ ഒരു സുഹൃത്ത് ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ടെന്നത് മാത്രമാണ്. നഥാൻ എന്ത് ചെയ്യുന്നു? ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുന്നു. IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയും വലിയ പ്രോപ്പർട്ടി വാങ്ങാനുള്ള സോഴ്സ്? ഞാൻ അന്വേഷിച്ചു ജോഷുവ. നഥാൻ ഒരു ഓർഫനാണ്. പക്ഷെ അയാളുടെ കുടുംബത്തിന്റെ ഒരു ഭാഗം അയാളുടെ പേരിൽ എഴുതി വച്ചിരിക്കുന്നു. ഏതൻ ഗാർഡന് ചുറ്റും നമ്മുടെ ആൾക്കാർ വേണം. അവൻ അവിടെ എത്താതിരിക്കില്ല. നമ്മുടെ രാജ്ഞി അവനെ അവിടെ എത്തിക്കും. എസ്തറിന്റെ രക്തം വീണെടുത്ത് വേണം ഏതന്റെ രക്തം വീഴാൻ. അയാൾ ഉറക്കെ ചിരിച്ചു. കാതറിൻ സോഫയുടെ അടുത്ത് മുട്ടുകുത്തി നിന്നു. നഥാൻ നല്ല ഉറക്കമായിരുന്നു. അവൾ അവനെ തട്ടി വിളിച്ചു. നഥാൻ പെട്ടെന്ന് കണ്ണു തുറന്നവളെ നോക്കി. ഗുഡ് മോർണിംഗ്, അവൻ പറഞ്ഞു. അവൾ ക്ലോക്കിലേക്ക് ചൂണ്ടിക്കാട്ടി. ഇന്ന് ഓഫീസിൽ പോകുന്നില്ല. അവൻ അവളെ പിടിച്ച് സോഫയിലിരുത്തി. അവൾ എന്തെന്ന് ചോദിച്ചു. ഇന്ന് നമുക്ക് പോയി നിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം വാങ്ങണം. എന്നിട്ട് അയാൾ പറഞ്ഞ സ്ഥലത്തേക്ക് പോകണം. ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ പോവാ. റിസൈൻ ലെറ്റർ ഞാൻ ഇന്നലെ തന്നെ മൂവ് ചെയ്തു. അവൾ മൂളി. ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, അവൾ കൈകൊണ്ട് കാണിച്ചു. പോയി എല്ലാം അറിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വരും. എന്നിട്ട് ഈ വീട് നമുക്ക് വാങ്ങാം. താഴത്തെ ഭാഗം അവിടെ കിടന്നോട്ടെ. ഞാനും നീയും നമ്മുടെ റോസാപ്പൂക്കളും മുല്ലവള്ളികളും ഇവിടെ പോരെ? അവൾ ചിരിച്ചു. പുറമെ ചിരിച്ചെങ്കിലും ഏതൻ ഗാർഡനിൽ എത്തിയാൽ പെട്ടെന്നൊരു തിരിച്ചുവരവുണ്ടാകില്ല എന്ന് കാതറിൻ അറിയാമായിരുന്നു. അവൾ അവനെ നോക്കി കുളിക്കെന്ന് കാണിച്ചു. ഓക്കെ. അവൻ എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി. ഏതൻ ഗാർഡൻ, ചതികൾ ഒളിഞ്ഞുകിടക്കുന്ന ഇടം, മരണത്തിന്റെ ഇരുട്ട് കെട്ടിപ്പിടിച്ച ഇടം, രക്തത്തിന്റെ മണം വീശുന്ന ഇടം. നമ്മൾ പോകുന്നത് മരണത്തിലേക്കാണ്. ഏതന്റെ രക്തം കാത്തിരിക്കുന്ന എസ്തറിന്റെ അടുത്തേക്ക്. കാതറിൻ ദൂരേക്ക് നോക്കിയിരുന്നു. ജി ഗ്രൂപ്പിന്റെ മുന്നിൽ കാറ് നിർത്തി നഥാനും കാതറിനും ഇറങ്ങി. അപ്പുറത്തെ കാറിൽ നിന്നും ലക്കി ഇറങ്ങി. MD ഇവിടെ ഉണ്ട്, ലക്കി പറഞ്ഞു. നീ ചെല്ല്, ഞങ്ങൾ പിന്നാലെ വരാം, നഥാൻ കാതറിനോട് പറഞ്ഞു. കാതറിൻ ഓഫീസിന്റെ അകത്തേക്ക് പോയി. ഡോർ തുറന്ന് കാതറിൻ MDയുടെ ക്യാബിനിലേക്ക് കയറി. കാതറിനെ കണ്ട ഉടൻ അയാൾ ചെയറിൽ ചാരിയിരുന്നു. എനിക്കറിയാമായിരുന്നു സുന്ദരിക്കുട്ടി, നീ ഇവിടെ തന്നെ വരുമെന്ന്, അയാൾ പറഞ്ഞു. ഊമക്കിളിയുടെ സർട്ടിഫിക്കറ്റ് അല്ല ഇവിടെയാണല്ലോ. അയാൾ കാതറിനെ അടിമുടി നോക്കി. സർട്ടിഫിക്കറ്റ് വേണ്ടേ? അവൾ മൂളി. എന്നാൽ അതേ കോട്ടേജിൽ ഒന്നുകൂടെ വാ, സർട്ടിഫിക്കറ്റ് തരാം. ഞങ്ങൾ കൂടി വന്നോട്ടെ സാർ. ലക്കി അകത്തേക്ക് കയറി. ഒപ്പം നഥാനും. നഥാൻ അയാളുടെ ഷർട്ടിന് പിടിച്ചെഴുന്നേൽപ്പിച്ച് മുഖം നോക്കി ഒന്നു കൊടുത്തു. ഇതെന്തിനാന്ന് തനിക്ക് മനസ്സിലായോ? എന്റെ പെണ്ണിനെ കയറി പിടിച്ചതിന് മര്യാദയ്ക്കൂടെ സർട്ടിഫിക്കറ്റ് കൊടുക്കടാ. നഥാൻ അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. അയാൾ തരും നഥാ, നീ അയാളെ വിട്, ലക്കി പറഞ്ഞു. ഇല്ലേ നമ്മൾ ഇയാളുടെ ഓഫീസിലിട്ട് തല്ലും. ലക്കി പറഞ്ഞത് കേട്ട് നഥാൻ അയാളെ വിട്ടു. അയാൾ വേഗം മേശ തുറന്ന് സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുത്തു.
നഥാൻ അത് വാങ്ങി ക്യാദറിന് കൊടുത്തു. നഥ, നീ മാറിക്കേ, ലക്കി പറഞ്ഞപ്പോൾ നഥാൻ മാറി നിന്നു. നീ ഇങ്ങി വന്നേ, ലക്കി ക്യാദറിന്റെ കൈ പിടിച്ചു കൊണ്ടുവന്നു. കൊടുക്കുന്നിവന്റെ മോന്തയ്ക്ക്, ലക്കി പറഞ്ഞു. കൊടുക്ക് പെങ്ങളെ, ഒരുത്തിയുടെ കയ്യിൽ നിന്ന് കിട്ടിയാൽ ഇവൻ വേറെ ഒരുത്തിയെ നോക്കത്തില്ല. ക്യാദറിൻ നഥാനെ നോക്കി. നഥാൻ സമ്മതം നൽകിയതും ക്യാദറിൻ അയാളുടെ മുഖത്തേക്കടിച്ചു. അയാൾ നിലത്ത് വീണു. നഥാനും ലക്കിയും ക്യാദറിനെ നോക്കി. അവൾ അവരെ നോക്കി ചിരിച്ചു. നീ അയാളെ കൊന്നോ? നഥാൻ ചിരിച്ചു. ക്യാദറിൻ തന്റെ കൈ മടക്കി പിടിച്ച് മസിൽ തൊട്ട് കാണിച്ചു. നഥാൻ വേണ്ടെന്ന് തലയാട്ടി. പോകാം, അവൻ പറഞ്ഞു. നീ റിസൈൻ ചെയ്യാൻ തന്നെ തീരുമാനിച്ചോ? ലക്കി ചോദിച്ചു. നിന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എല്ലാം. നീ ഇല്ലെങ്കിൽ വൻ ബോറാകും എനിക്ക്. ആൽവിന് നേരം പോകാൻ ഫോണിൽ നിറച്ച് പെൺപിള്ളേരുണ്ടല്ലോ. നമ്മൾ രണ്ടും സിംഗിളായിരുന്നല്ലോ. നീ ഇപ്പോൾ ഒരിടത്ത് സെറ്റായി. ആ, നമുക്കൊരുത്തി എവിടെയെങ്കിലും കാണും. ഞാൻ പോയി അവിടുത്തെ സിറ്റുവേഷൻ നോക്കി നിങ്ങളെ വിളിക്കാം. അങ്ങ് പോരെ, നഥാൻ പറഞ്ഞു. എപ്പോ പോന്നെന്ന് ചോദിച്ചാ പോരെ നഥ. അപ്പോൾ നിങ്ങൾ ചെല്ല്, പാക്കിംഗ് ഉണ്ടാകുമല്ലോ. ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ വന്നേക്കാം, ലക്കി പറഞ്ഞു. ഓക്കെ, നഥാൻ ലക്കിക്ക് കൈ കൊടുത്തു. ക്യാദറിൻ അവനെ നോക്കി ചിരിച്ചു. എലീന മാഡം? വലിയൊരു മേശയ്ക്ക് മുന്നിലിരുന്ന് ബുക്ക് വായിക്കുന്ന എലീനയുടെ അടുത്തേക്ക് മനു വന്നു. അവൾ ബുക്കിൽ നിന്ന് തല ഉയർത്തി നോക്കി. എന്താ മാഡം? അഡ്വക്കേറ്റ് നരേന്ദ്രൻ വിളിച്ചിരുന്നു. ഏതൻ ഗാർഡൻ വാങ്ങിച്ചവർ നാളെ ഇവിടെ എത്തുമെന്ന് പറഞ്ഞു. അയാൾക്കത് വിളിച്ച് പറഞ്ഞാൽ മതിയല്ലോ. ഈ ഏതൻ ഗാർഡന് ഒരു പരിശുദ്ധിയുണ്ട്. കണ്ണി കണ്ടവരെല്ലാം ഇത് ഏൽപ്പിച്ചാൽ. എലീന അസ്വസ്ഥയായി. മാഡം, ബംഗ്ലാവ് തുറന്നു കൊടുക്കാനാണ് ഓർഡർ. തുറന്നു കൊടുക്ക്, അവരുടെയല്ലേ. നമ്മൾ ഇവിടുത്തെ ജോലിക്കാർ മാത്രം, പറയുന്നതനുസരിച്ച് നിൽക്കേണ്ടവർ. പറയുന്നത് ചെയ്തു കൊടുത്തേക്ക്. ഓക്കെ മാഡം. മനു മാഡം, ആരൊക്കെയാ വരുന്നത്? വൺ മിസ്റ്റർ നഥാൻ ഡാനിയൽ ആൻഡ് ക്യാദറിൻ എന്നാണ് മെയിൽ. ഓക്കെ, താൻ പോയിക്കോളൂ. മനു പോയപ്പോൾ എലീന തനിക്ക് പിന്നിലുള്ള ചുമരിലെ വലിയ ഫോട്ടോയിലേക്ക് നോക്കി നിന്നു. അധികമൊന്നും എടുക്കണ്ട ക്യാദറിൻ, നമ്മൾ ഇങ്ങോട്ട് തന്നെ വരുമല്ലോ, നഥാൻ പറഞ്ഞു. കുറച്ച് ഡ്രസ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന അവശ്യ സാധനങ്ങൾ, പിന്നെ തന്റെ ക്യാൻവാസ് പെയിന്റ്, അത്രയും മതി. അതൊക്കെ എന്തിനാ? അവൾ കൈകൊണ്ടാംഗ്യം കാണിച്ചു. നമ്മൾ പോകുന്നത് കോട്ടഗിരി എന്നൊരു സ്ഥലത്തേക്കാ. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കി. അതൊരു ഹിൽ ഏരിയയാണ്. ഉച്ചയ്ക്ക് ശേഷം കോടമഞ്ഞിറങ്ങുന്ന സ്ഥലം. അതിന് ഒത്ത നടുവിൽ ഏതൻ ഗാർഡൻ, ഒരു വലിയ ബംഗ്ലാവ്, പള്ളി, എസ്റ്റേറ്റ്, ഒപ്പം ഒരു കോളേജും. നിനക്ക് ചിത്രം വരയ്ക്കാൻ ഒരുപാട് കാഴ്ചകളുണ്ട് അവിടെ. ഞാൻ ആ അഡ്വക്കേറ്റിനെ വിളിച്ചിരുന്നു. നമ്മൾ നാളെ ചെല്ലുന്നു. അവിടെ പോയി നഥാനും ക്യാദറിനും ജീവിതം തുടങ്ങുന്നു, നഥാൻ ക്യാദറിന്റെ കൈപിടിച്ചു പറഞ്ഞു. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടപ്പോൾ നഥാൻ ചെന്ന് വാതിൽ തുറന്നു. ലക്കിയും ആൽവിനുമായിരുന്നു. ആ, പാക്കിംഗ് ഒക്കെ കഴിഞ്ഞോ? ലക്കി ചോദിച്ചു. കുറച്ചേ കൊണ്ടുപോകുന്നുള്ളൂ. നീ പോയാൽ ക്യാദറിന് എവിടെ നിൽക്കും? ആൽവിൻ ചോദിച്ചു. ക്യാദറിനും വരുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. ഒരുമിച്ചോ? ആൽവിൻ ചോദിച്ചു. യെസ്, അല്ലാതെ ഇവളെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ പറ്റില്ല എനിക്ക്. ലക്കി ആൽവിനെ നോക്കി. ക്യാദറിൻ, പോയി ചായ എടുക്കടോ, ലക്കി പറഞ്ഞു. അവൾ തലയ്ക്ക് കൈകൊണ്ട് മെല്ലെ അടിച്ചു. എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. എന്തായാലും നാളെ നിങ്ങൾ പോവല്ലേ? ഇന്ന് നമുക്കിവിടെ കൂടാം. കുക്കിംഗ് ഒക്കെയായി, ആൽവിൻ പറഞ്ഞു. ഓക്കെ, നഥാൻ പറഞ്ഞു. അപ്പോഴേക്കും ക്യാദറിൻ ചായയുമായി വന്നു. ലക്കി ട്രേ വാങ്ങി ആൽവിന് ചായ കൊടുത്തു. കുക്കിംഗ് ഒന്നും വേണ്ട, പുറത്തുനിന്ന് വാങ്ങാം. നാളെ ഇവർക്ക് നേരത്തെ പോകാനുള്ളതാ, ലക്കി പറഞ്ഞു. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ, ആൽവിൻ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ ഫുഡ് വാങ്ങി വരാം. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നോക്ക്, ലക്കി പറഞ്ഞു. ഞാൻ വരണോ? നഥാൻ ചോദിച്ചു. വേണ്ട, ഞങ്ങൾ പോയിട്ട് വരാം, ലക്കി എഴുന്നേറ്റു. വാ ആൽവിൻ. ഞാൻ വരണോ? നീ വരണം, ലക്കി അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. രാത്രി നഥാന്റെ വീട്ടിൽ ആഘോഷം തന്നെയായിരുന്നു. ക്യാദറിൻ നഥാന്റെ കൈ പിടിച്ച് കോട്ടുവായിട്ടു. ഉറക്കം വരുന്നോ? പോയി കിടന്നോ, നാളെ ഞാൻ വിളിക്കാം, നഥാൻ പറഞ്ഞു. ഗുഡ് നൈറ്റ്, അവൻ പറഞ്ഞു. ഗുഡ് നൈറ്റ് ക്യാദറിൻ, ലക്കി പറഞ്ഞു. ക്യാദറിൻ, വാതിലടച്ചേക്ക്, അല്ലെങ്കിൽ ഞങ്ങളുടെ ലഹള കാരണം നിന്റെ ഉറക്കം പോവും, അവൻ പറഞ്ഞു. അവൾ ശരിയെന്ന് തലയാട്ടി
റൂമിലേക്ക് പോയി വാതിലടച്ച് കുറ്റിയിട്ട് കിടന്നു. അപ്പോൾ ഇനി എന്നാ അളിയ തിരിച്ചു വരിക? ലക്കി ചോദിച്ചു. അവിടുത്തെ അവസ്ഥ നോക്കട്ടെ. ഒരുപാട് രഹസ്യങ്ങൾ കണ്ടെത്താനുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വരും. നിന്റെയൊക്കെ തലവരയാണ് അളിയാ, തലവര, ആൽവിൻ പറഞ്ഞു. തലവര മതി, കിടന്നുറങ്ങിയേ, നാളെ പുലർച്ചെ പോകാനുള്ളതാ. നഥാൻ ഹാളിൽ കിടന്നു. മെല്ലെ എല്ലാവരും ഉറങ്ങി. നഥാന് മുൻപേ കാതറിൻ എഴുന്നേറ്റ് കുളിച്ച് ഹാളിലേക്ക് ചെന്നു. അവൾ നഥാനെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. നീ നേരത്തെ എഴുന്നേറ്റോ? ഞാൻ കുളിച്ചിട്ട് വരാം, നീ ചായ ഇട്, നഥാൻ പറഞ്ഞു. അവൾ അടുക്കളയിലേക്ക് പോയി. എടാ ലക്കി, ആൽവി, എഴുന്നേക്ക്, നഥാൻ അവന്മാരെ വിളിച്ചെഴുന്നേൽപ്പിച്ചു. കുറച്ചു കഴിഞ്ഞ് ലക്കിയും ആൽവിനും കാറിലേക്കെല്ലാം എടുത്തുവെച്ചു. ഡോർ അടച്ച് നഥാനും കാതറിനും ഇറങ്ങി. മാമി, ഇതാ കീ. ഇടയ്ക്ക് ചെടികൾക്ക് വെള്ളം ഒഴിക്കണേ, നഥാൻ പറഞ്ഞു. ആയിക്കോട്ടെ. കാതറിൻ മാമിയുടെ കൈപിടിച്ച് യാത്ര പറഞ്ഞു. പോയി വാ മക്കളെ. അപ്പൊ ശരി മക്കളെ, അവിടെ എത്തിയിട്ട് വിളിക്കാം. നഥാൻ ലക്കിയെയും ആൽവിനെയും കെട്ടിപ്പിടിച്ചു. കാതറിനും അവരോട് യാത്ര പറഞ്ഞു. ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിലേക്കുള്ള യാത്ര.